ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി പാലപ്പമാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സൈഡൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം. മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് വെച്ചാലും മതി. പിന്നെ ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് വേണ്ടത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങയാണെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അല്പം പഞ്ചസാരയും ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ അതും പുതിയതാകാൻ ശ്രദ്ധിക്കണം, പെട്ടെന്ന് നമുക്കിത് ആയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഗോതമ്പ് പൊടി മിക്സിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ആദ്യം ഞാൻ കുറച്ച് വെള്ളം 1.25 കപ്പ് വെള്ളം അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാനിതാ ഇതിലേക്ക് ആ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇട്ടിട്ടുള്ള ചോറും തേങ്ങയൊക്കെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടണം. വെള്ളയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്, പാലപ്പം. അപ്പോൾ തരികളൊന്നും പാടില്ല, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത സമയത്ത് കുറച്ച് തിക്കാണ്. അപ്പോൾ പാലപ്പത്തിന് കുറച്ചുകൂടി ഒരു ലൂസ് വേണം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇളം ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈസ്റ്റ് ചേർത്തതുകൊണ്ടാണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ചിലതിപ്പോൾ സ്ഥലത്തിൻ്റെ ആ ഒരു ചൂടിനനുസരിച്ച് അരമണിക്കൂർ കൊണ്ട് തന്നെ ആയിക്കിട്ടും. ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഇതൊരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി, നോക്കി നോക്കാം. ഈ ഒരു പരുവത്തിൽ ആയാൽ മതിയാകും. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും മതിയായിരുന്നു. ഇനി ഇത് നമുക്കിതൊന്ന് എന്താ പറയുക, പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഇതേപോലെ പൊങ്ങി ഡബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതാ സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുള്ള മാവാണിത്. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപ്പച്ചട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് ചൂടാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാൻ. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് വെക്കുക. അതിന് ശേഷം മാത്രം ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഹോൾസൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അപ്പം തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കാം, സൈഡൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല വെള്ളയപ്പത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ വെള്ളയപ്പം ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്തതും തയ്യാറാക്കി എടുക്കാം. ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരല്പം ഓയിലാക്കിയതിന് ശേഷം ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചട്ടിയുടെ ചൂട് കുറയുന്നതനുസരിച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി ചൂടൊന്ന് ക്രമീകരിക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. വെള്ളയപ്പം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചട്ടിയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കണം. അത് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ശരിയായി കിട്ടില്ല, പറ്റ കുറഞ്ഞു പോയാലും ശരിയായി കിട്ടില്ല. അതാണ് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഇപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതും നല്ല ക്രിസ്പിയായി, സൈഡൊക്കെ നോക്കാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. മാഷാ അല്ലാ,
അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു കട്ടൻ ചായയോ ഒരു പാൽ ചായയോ മാത്രം മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുഴുവനും കാണുന്നില്ല. കാരിച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ തിന്നിരുന്നു. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട്